Hello, welcome to AnoopTube. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് എങ്ങനെയാണ് നമുക്ക് ഗിറ്റ്ഹബിൽ ഒരു ഫ്രീ ആയിട്ട് നമുക്ക് എങ്ങനെ ഒരു വെബ്സൈറ്റ് നമുക്ക് ഹോസ്റ്റ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് കാര്യം ആവശ്യമുണ്ട്. ഒന്ന്, നമ്മുടെ ഹോസ്റ്റ് ചെയ്യാനുള്ള ഒരു സെർവർ വേണം. ഓക്കെ, അതൊരു മെഷീൻ വേണം. രണ്ടാമതാണ് നമുക്ക് ഹോസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള നമുക്കൊരു സ്പെസിഫിക്കലി ഒരു അഡ്രസ്സ് വേണം, വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് വേണം. അതാണ് ഡൊമൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ഹോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സെർവർ എന്തായാലും ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ ഫ്രീ ആയിട്ട് ഹോസ്റ്റ് ചെയ്യുന്ന വേറെ കുറേ വെബ്സൈറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഗിറ്റ് വെച്ചിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ഗിറ്റ്ഹബ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ശരിക്കും ഒരു ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോം അല്ല, നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ഗിറ്റ്ഹബ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെബ്സൈറ്റ് എന്ന് പറയുന്നത് സ്റ്റാറ്റിക് വെബ്സൈറ്റുകളായിരിക്കും. ഓക്കെ, അതായത് നമുക്കൊരു ഡാറ്റാബേസ് ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു സംഭവങ്ങൾ നമുക്കതിൽ ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമാണ് ഇതിൻ്റെ പ്രശ്നം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാറ്റിക് വെബ്സൈറ്റുകൾ, നമ്മുടെ പോർട്ട്ഫോളിയോസ്, നമ്മുടെ ബ്ലോഗിങ് സൈറ്റുകൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഗിറ്റ്ഹബ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹോസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയാൻ പറ്റും, anooptube.in എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് നമുക്ക് ഓൾറെഡി ഉണ്ടല്ലേ. ഓക്കെ, ഈ വെബ്സൈറ്റ് ഓൾറെഡി ഞാൻ ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഗിറ്റ്ഹബിലാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗിറ്റ്ഹബിൽ തന്നെ നമുക്ക് ഹോസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് നമുക്കൊരു വെബ്സൈറ്റ് ഗിറ്റ്ഹബിൽ ഹോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമുക്ക് ഇന്ന് നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്, നമുക്ക് ഫസ്റ്റ് വേണ്ടത് നമ്മുടെ വെബ്സൈറ്റിൻ്റെ കോഡാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ HTML, CSS, JavaScript. ഓക്കെ, പിന്നെ ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടി വരിക. ഓക്കെ, അതല്ലാതെ വേറെ പ്ലാറ്റ്ഫോംസ്, വേറെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതായത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പൈത്തൺ, അങ്ങനത്തെ സംഭവങ്ങളൊന്നും നമുക്ക് സെർവർ സൈഡായിട്ടുള്ള ലാംഗ്വേജസ് ഒന്നും നമുക്ക് ഒരിക്കലും ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ക്ലയൻറ്റ് സൈഡായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂ. അതായത് HTML, CSS, JavaScript എന്ന് പറയുന്ന സംഭവങ്ങൾക്ക് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് സെറ്റപ്പ് ചെയ്യാൻ പറ്റുക നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റിന് വേണ്ടത്, അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ HTML, JavaScriptൻ്റെയും പിന്നെ CSS ഉള്ള നമുക്കൊരു വെബ്സൈറ്റ് ആണല്ലോ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു കോഡ് നമ്മൾ ഉണ്ടാക്കാമെന്നാണ് ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന വെബ്സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഇതാണ് നമ്മളുണ്ടാക്കി ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ളൊരു HTML ഫയലാണിത്. അപ്പോൾ ഞാനിത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ കളർ മാറിക്കൊണ്ടിരിക്കും. ഈ വെബ്സൈറ്റാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഗിറ്റ്ഹബിൽ ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വെബ്സൈറ്റിൻ്റെ കോഡ് ഉള്ളത് നമ്മൾ ഈ റാൻഡം കളർ എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡറിലാണ് ഞാനത് ഓൾറെഡി സേവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിറ്റ്ഹബിലോട്ട് എത്തിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ടെർമിനലിനെടുത്തതിന് ശേഷം നമ്മൾ ഗിറ്റ്ഹബിൻ്റെ റിപ്പോസിറ്ററി ഉണ്ടാക്കുക. ഓക്കെ, അപ്പോൾ ഗിറ്റ് റിപ്പോസിറ്ററി ഉണ്ടാക്കാൻ ഗിറ്റ് ഇനിറ്റ് അടിക്കുക. അപ്പോൾ ഗിറ്റ് ഇനിറ്റ് അടിച്ചതിന് ശേഷം കമ്മിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗിറ്റ് ആഡ് ഡോട്ട് നടിക്കുക. അതിനുശേഷം ഗിറ്റ് കമ്മിറ്റ് -m ഇനീഷ്യൽ കമ്മിറ്റ് നടിക്കുക. ഓക്കെ, അതിനുശേഷം എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫസ്റ്റ് നമ്മൾ കമ്മിറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമ്മൾ എന്ത് ചെയ്യണം, ഗിറ്റ്ഹബിലോട്ട് പുഷ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്തിനു വേണ്ടി വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം വെച്ച് കഴിഞ്ഞാൽ ഗിറ്റ്ഹബിൽ ഒരു റിപ്പോസിറ്ററി ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗിറ്റ്ഹബിൻ്റെ നമ്മുടെ അക്കൗണ്ട് എടുക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ന്യൂ ചെയ്യുക. അതിനുശേഷം നമുക്ക് എന്താണോ റിപ്പോസിറ്ററി പേര്, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഒരു random.com എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റാണ് നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ, അല്ലെങ്കിൽ എന്താണോ നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേര് വെച്ചാൽ അത് കൊടുക്കുക. randomcolor.com എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഓൾറെഡി ഇതിൻ്റെ ഒരു റിപ്പോസിറ്ററി ആണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് നമുക്കത് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്ത് പബ്ലിക് ആക്കി കൊടുക്കുക. അതിനുശേഷം വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല, ക്രിയേറ്റ് റിപ്പോസിറ്ററി എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ക്രിയേറ്റ് റിപ്പോസിറ്ററി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി കാണാൻ പറ്റും നമ്മുടെ ഇതിലുള്ള ഇതിൻ്റെ കമാൻഡ്സ് നമുക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ലാസ്റ്റ് സംഭവം ഉണ്ടല്ലോ, നമ്മൾ ഓൾറെഡി ഗിറ്റിൻ്റെ റിപ്പോസിറ്ററി നമുക്ക് ഓൾറെഡി അവൈലബിൾ ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ സംഭവം ഒന്ന് കോപ്പി ചെയ്യുക. അതിനുശേഷം ഈ സംഭവം കോപ്പി ചെയ്തതിനു ശേഷം സിമ്പിളി എന്ത് ചെയ്യുക, അത് പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളി ഈ ഇതിലുള്ള അകത്തുള്ള കോഡ് നമുക്ക് എവിടെ കിട്ടും, ഗിറ്റ്ഹബിൽ അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ ഗിറ്റ്ഹബിൽ അവൈലബിൾ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും, നമുക്ക് 3 ഫയൽസ് ഇവിടെ കാണാനുണ്ട്. index.html കാണാൻ പറ്റും, script.js കാണാൻ പറ്റും, style.css കാണാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി അവൈലബിൾ ആയി നമ്മുടെ ഗിറ്റ്ഹബ് റിപ്പോസിറ്ററിയിൽ നമ്മൾ എത്തിയിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. ഇനി നമ്മൾ എന്ത് വെച്ചാൽ ഈ റിപ്പോസിറ്ററിയിൽ നമുക്ക് ഗിറ്റ്ഹബിൻ്റെ പേജ് നമ്മൾ ഹോസ്റ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഗിറ്റ്ഹബ് പേജസ് എന്ന് പറയുന്ന സംഭവം കാണാൻ പറ്റും. അപ്പോൾ ഗിറ്റ്ഹബ് പേജസ് എന്ന് പറഞ്ഞ സംഭവം കാണാൻ പറ്റും. അതിൽ നമ്മൾ ഫസ്റ്റ് തന്നെ ഡിപ്ലോയ് ഫ്രം ബ്രാഞ്ച് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അതായിരിക്കും ടിക്ക് ചെയ്തിട്ടുണ്ടാവുക, അത് ഓക്കെയാണ്. അതിനുശേഷം ബ്രാഞ്ച് എന്ന് പറഞ്ഞ സംഭവത്തിൽ നണ്ണായിട്ട് കിടക്കുന്നുണ്ടാവും ഡിഫോൾട്ട്. അത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ മെയിൻ ബ്രാഞ്ച്, നമ്മുടെ ഏതാണോ ബ്രാഞ്ച്, ഇപ്പോൾ നിങ്ങൾ മാസ്റ്റർ ആണെങ്കിൽ മാസ്റ്റർ, ഞാൻ ഇവിടെ ഓൾറെഡി മെയിനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മെയിനിൽ ഓക്കെ കൊടുക്കുക, എന്നിട്ട് സേവ് ചെയ്യുക. സേവ് ചെയ്തതിനു ശേഷം ഒരു 1-2 സെക്കൻഡ് അല്ലെങ്കിൽ
ഒരു മിനിറ്റോളം നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം കാണാൻ പറ്റും. കസ്റ്റം ഡൊമൈൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ Enforce HTTPS എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു കസ്റ്റമായിട്ട് ഡൊമൈൻ ഉണ്ടെന്ന് വിചാരിക്കുക നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ അതുണ്ടെങ്കിൽ നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, HTTPS എൻഫോഴ്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് സിംപ്ലി നമ്മുടെ കസ്റ്റം ഡൊമൈൻ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് കസ്റ്റം ഡൊമൈൻ കൊടുക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കസ്റ്റം ഡൊമൈൻ കൊടുക്കുന്നില്ല, നമുക്ക് ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ഡൊമൈൻ നമ്മൾ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ പേജസ് ഒന്നുകൂടി റിഫ്രഷ് ചെയ്യട്ടോ. സെറ്റ് ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്നുകൂടി റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേജിൻ്റെ അഡ്രസ്സ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓക്കെ ആണെങ്കിൽ നമ്മളൊന്ന് 2-3 തവണ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അഡ്രസ്സ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന എന്താണ്, നമ്മുടെ HTTPS എൻ്റെ യൂസർ നെയിം .github.io/randomcolor.com എന്നുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് വെബ്സൈറ്റ് അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് ഗ്ലോബലി അവൈലബിൾ. ഇതാർക്ക് ഈ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് കിട്ടും. ഇത് കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ വെബ്സൈറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കൊരു HTML-ഉം JavaScript-ഉം CSS-ഉം ഉള്ള ഒരു സ്റ്റാറ്റിക് വെബ്സൈറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, GitHub-ൽ നമുക്ക് ഹോസ്റ്റ് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് ഹോസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. നമുക്ക് എന്താണോ വെബ്സൈറ്റിൻ്റെ പേര് വേണ്ടത് അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ പേരുണ്ടാക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് അതേപോലെ തന്നെ കിട്ടും. ഓക്കെ, ഇതാണ് സംഭവം ഉള്ളത്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അതിലൊരു ഡാറ്റാബേസ് കണക്ടിവിറ്റി നമുക്ക് പറ്റില്ല. അതായത് നമുക്ക് ഡൈനാമിക് ആയിട്ടുള്ള വെബ്സൈറ്റുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അതാണ് ഇതിലുള്ളൊരു പ്രശ്നം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഒരു പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റിക് വെബ്സൈറ്റുകളൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ചോയ്സാണ് GitHub-ൽ ഹോസ്റ്റ് ചെയ്യുന്നത്. വളരെ ഫാസ്റ്റാണ്, റിലയബിൾ ആണ്. പിന്നെ നമുക്ക് ഒരു സെപ്പറേറ്റ് ഡൊമൈൻ മാത്രം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കസ്റ്റം ഡൊമൈനിൽ കൊടുത്തിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു GitHub-ൽ ഒരു വെബ്സൈറ്റ് നമുക്ക് ഹോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ സംഭവം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പുതിയ ടോപ്പിക്കായിട്ട് വരും. ഓക്കെ, ബൈ.